അങ്ങനെ നമ്മുടെ സ്വാമിമാർ ശബരിമലയ്ക്ക് ചെന്നു, തൊഴുതു, കുഴപ്പമൊന്നുമില്ലാണ്ട് തിരിച്ചിറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പത്തനംതിട്ട എത്താറായി. അപ്പോൾ ഇത്രയും ദിവസം ഒരു കണ്ടിന്യൂസ് വ്രതം നിന്നതല്ലേ, വെജ് മാത്രം കഴിച്ചു. അപ്പോൾ നമുക്ക് കുറച്ച് നോൺ വെജ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. അപ്പം കുറച്ച് ചിക്കൻ ഒക്കെ മേടിച്ച് കറിയൊക്കെ വെക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ നമ്മൾ ചിക്കൻ കടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അടുത്ത് തന്നെയുള്ള ചിക്കൻ കടയിലാണ് നമ്മൾ വന്നത്. അങ്ങനെ നമ്മൾ ചിക്കൻ മേടിച്ചിട്ട് വന്ന് നന്നായിട്ട് കഴുകി ഇനി നമുക്കിത് കറി വെക്കാം. നമുക്കിനി ചിക്കൻ കറിയും ഇനി നമുക്ക് ചീനിയൊക്കെ വേവിച്ച് ചിക്കനൊക്കെ കറി വെക്കാം. അപ്പോൾ കണ്ണൻചേട്ടൻ വിളിച്ചപ്പം പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കണ്ണൻചേട്ടൻ പോയ സമയത്ത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് നല്ലതുപോലെ തൊഴാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ കരുതി ഇപ്പം ഞായറാഴ്ച ദിവസം ഇവർ പോയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, കുഴപ്പമൊന്നും ഇല്ലാതെ തിരിച്ചു വന്നു. നമ്മുടെ ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. നമ്മുടെ ചിക്കൻ കറിയുടെ ഗ്രേവിക്കുള്ള ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായിട്ട് വാടി വരും. ഇതിനകത്തേക്ക് നമുക്ക് ചിക്കൻ തട്ടിയിട്ട് അരപ്പ് ഇട്ട് ചിക്കൻ കറി ഇപ്പോൾ റെഡിയാവും. കാരണം നമ്മുടെ ഈ അരപ്പെല്ലാം നന്നായിട്ടൊന്ന് ഇതായിട്ട് ചിക്കനും തട്ടി അടച്ച് വെച്ചൊരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. അങ്ങനെ ഫൈനലി നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് കറി തിളച്ച് വന്നപ്പോൾ ഞാൻ അതിനകത്തൊരു 2-3 അല്ലി ഇതിട്ടു, മല്ലിയില ഇട്ടിട്ടുണ്ടേ. അങ്ങനെ ഇതേ നമ്മുടെ സ്വാമിമാർ തിരിച്ച് വന്നിട്ടുണ്ടേ. കഞ്ചേട്ട എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? മോക്ക് പടിയൊക്കെ നല്ലോണം ചവിട്ടാൻ പറ്റി? അതെന്താ 2 വട്ടം? ആദ്യമേ 2:30 ചെന്നത്, നട അടച്ചിരുന്നില്ലേ, 3 മണിക്കല്ലേ നട തുറക്കും. ഞങ്ങൾ തിരിച്ച് വീണ്ടും അപ്പുറത്തൂടെ കറങ്ങി മാളയപ്പുറത്ത് വന്ന് നമ്മുടെ ശബരിമലയിൽ പോയത് ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഇനി എന്താ കഞ്ചേട്ടാ? മാല പോയത് ഒരു വന്ന സമയം ഒരു 11:30-12 മണി ആവാറായതുകൊണ്ട് തന്നെ നമുക്ക് ഈ സമയത്ത് വിളക്ക് എത്തിക്കാൻ പറ്റത്തില്ല. മാല ഊരിയിട്ട് ഇനി രണ്ടുപേരും കുളിച്ചിട്ട് വാ കഴിക്കാം. എന്ത് കഞ്ചേട്ടാ കയ്യില്? ഓക്കെ. അങ്ങനെ നമ്മുടെ കഞ്ചേന് വേണ്ടിയിട്ട് ഞാൻ ചോറ്, ചിക്കൻ കറി, പപ്പടം, ചീനി, മാങ്ങ അച്ചാറ്, ക്യാബേജ് തോരൻ, സലാഡ് ഇത്രയായിട്ടാണ് ഉണ്ടാക്കിയത്. നമുക്ക് കഞ്ചേട്ടന് കൊണ്ട് കൊടുക്കാം. കഞ്ചേട്ടാ എങ്ങനെയുണ്ട് ചിക്കൻ കറി? ചുമ്മാ അറിയാണോ? നമ്മുടെ സ്വാമിമാര് ശബരിമലയ്ക്ക് പോയിട്ട് വന്ന സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടേ. കഞ്ചേട്ടാ നോക്കിയാലോ? ഇത് നമ്മൾ പൊരിക്കകത്തിടുന്ന സാധനങ്ങളാണേ. മുറുക്ക് ഇത് തന്നെ ഒരെണ്ണം തന്നെ 2ആയിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇതെന്താ കണ്ടിട്ട് അലുവയോ? അത് നമ്മുടെ ശബരിമലയിലെ സ്പെഷ്യൽ അലുവയാണ് ഇത്. ഇത് നമ്മുടെ ഈന്തപ്പഴം,